മറ്റൊരു വിഷയമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി കൊച്ചി യൂണിറ്റാണ് കേസെടുത്തത്. ഡിജിറ്റൽ തട്ടിപ്പുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസും ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. പ്രതികളെ ഇഡി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, കഴിഞ്ഞ ദിവസം കൊച്ചി സ്വദേശിനിയായ യുവതിയിൽ നിന്നും 4 കോടി രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേർ പിടിയിലായത്. സാധാരണ നമുക്കറിയാം, ഇത്തരം ഡിജിറ്റൽ തട്ടിപ്പുകൾ വെർച്വൽ അറസ്റ്റിലൂടെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്നത് വടക്കേന്ത്യൻ ഒരു ലോബിയാണ്, തട്ടിപ്പ് സംഘമാണെങ്കിൽ ഇതിൽ മലയാളികൾക്കും ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നുവല്ലോ കൊച്ചിയിലെ ആ വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസ്. ഇതിൽ ഏത് രീതിയിൽ ഒരു കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് ഇഡിക്ക് ലഭ്യമായിരിക്കുന്ന വിവരം? ടോം, നമുക്കറിയാം കേരളത്തിൽ ഈയിടെയായി ഒരുപാട് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ നടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ആളുകളിലേക്ക് ഭീതി വരുത്തുകയും നിങ്ങൾ അറസ്റ്റിലാണ്, നിങ്ങളുടെ അക്കൗണ്ടുകളിൽ വ്യാജമായിട്ടുള്ള പണം കടന്നു പോകുന്നതായി കണ്ടെത്തി, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ വന്നതായി കണ്ടെത്തി, ഇതിൽ നിന്നൊക്കെ നിങ്ങളെ കേസിൽ നിന്നൊക്കെ വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുള്ള തട്ടിപ്പുകളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, പ്രശസ്തരായിട്ടുള്ള പലരും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾക്കൊക്കെ ഇരയാക്കപ്പെട്ടവരുമാണ്. അങ്ങനെ ഇരയാകാൻ ശ്രമിച്ചപ്പോൾ ഇവർ കൃത്യമായി പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ട് രക്ഷപ്പെട്ടവരുമാണ്. ഈ ഒരു കാര്യം, ഈ ഒരു രീതി ഈ അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇഡി ഇതിലേക്കൊരു അന്വേഷണം വന്നത്. അതിൽ ഈ ഒരു ഇഡിയുടെ അന്വേഷണം കടക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വീട്ടമ്മയുടെ കയ്യിൽ നിന്നും തുക തട്ടിയെടുത്ത 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ തട്ടിപ്പുകൾ നടത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുകയാണ് എന്നൊരു നിഗമനത്തിലാണ് ഇഡി എത്തി നിൽക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്ത് കേരളത്തിലും സംസ്ഥാനത്തും പുറത്തും രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഈ കേസുകളിൽ ഈ കൊടുവള്ളി സംഘവുമായി കേന്ദ്രീകരിച്ച് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, ഈ ഇടപാടുകളിലൂടെ ഇവർ കള്ളപ്പണം വെളുപ്പിക്കുകയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കേസുകളിൽ കൂടി ഇഡി ഇടപെടുന്നത്. എന്തായാലും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, കേരളത്തിന് പുറത്തും അകത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തികളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. തട്ടിപ്പ് സംഘത്തിനപ്പുറം ഈ തട്ടിപ്പിന് ഇരയായവരുടെ സാമ്പത്തിക ഉറവിടവും ഇഡി പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കൊച്ചിയിലെ വീട്ടമ്മയിൽ നിന്നും 4 കോടി രൂപ തട്ടിയെടുത്ത സംഭവം, ആലപ്പുഴയിൽ ഈ സമീപകാലത്തായി ഒരു ഡോക്ടറിൽ നിന്നും 7 കോടി രൂപ തട്ടിയെടുത്ത കേസ്, ഇതുപോലെ ഈ തട്ടിപ്പിന് ഇരയായവരുടെ എല്ലാം പണം പോയിരിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ്. അങ്ങനെയെങ്കിൽ ഇഡി ഈ തട്ടിപ്പിന് ഇരയായവരുടെ സാമ്പത്തിക ഉറവിടം ഉൾപ്പെടെ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ടോ? അവരെയും ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെയും മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ടോ നവമി? ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ ആദ്യഘട്ടമായി അല്ലെങ്കിൽ പ്രാഥമികമായി അന്വേഷണം ഈ പ്രതികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്, ഇഡി നീങ്ങുന്നത്. ഇവർ ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന തുക അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ആരിലേക്കാണ് ഈ പൈസ എത്തുന്നത്? ഇവർക്ക് എത്രമാത്രം തുക ഇതിൽ നിന്ന് ലഭിക്കും? അന്വേഷണ സംഘം ഇവരിൽ ഈ പിടിയിലായ പ്രതികളിൽ നിന്നും നടത്തിയ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അവരിൽ നിന്നും ശേഖരിച്ച വിവരമനുസരിച്ച് ഒരു കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഒരു സംഘം, വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആലപ്പുഴയിലും കൊച്ചിയിലും ഒക്കെ നടത്തിയ തട്ടിപ്പുകൾ പോലെ അവരും നിരവധി ആളുകളെ ഇരയാക്കപ്പെടുന്നത്, അവരുടെ പണം ഈ കൊടുവള്ളി സംഘത്തിന് തന്നെയാണോ കിട്ടുന്നത്, അതോ മറ്റാരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതും കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഇരയാക്കപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം കടക്കുമെന്നാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. കേട്ടോ നവമി, കൊച്ചിയിലെ കേസുകൾ മാത്രമല്ല, നിലവിൽ
കൊച്ചിയിൽ വീട്ടമ്മ തട്ടിപ്പിനിരയായ കേസാണല്ലോ പ്രാഥമികമായും ഇ ഡി പരിശോധിക്കുന്നത്. ഇതിലാണ് പ്രധാനമായും ഈ മലപ്പുറം സ്വദേശികളുടെ പങ്ക് വ്യക്തമായത്. അങ്ങനെയെങ്കിൽ ഈ സമീപകാലത്ത് കേരളത്തിൽ നടന്ന വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പല തട്ടിപ്പ് കേസുകൾക്ക് പിന്നിലും മലയാളികളുടെ ബന്ധം പരിശോധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ അറസ്റ്റിലായി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മലപ്പുറം സ്വദേശികളായ യുവാക്കളെയും മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടും അവരുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും ടോം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് പ്രതികളിൽ നിന്നും ഇവരിലേക്ക് കൂടുതൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് ആരൊക്കെയാണ് സഹായം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഇരകളെ ഇവരെങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇവരിലേക്ക് ഇത്ര കോടികൾ കിട്ടുമെന്ന് ഇവർക്ക് എങ്ങനെയാണ് അറിയുന്നത്, ഇതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ഈ കൊടുവള്ളി സംഘത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത്, അവർ പണം എങ്ങനെയാണ് ഇവർ കണ്ടെത്തുന്നത്, ഇവരുടെ പണം എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത്, അതിൽ കള്ളപ്പണ ഇടപാടുകൾ, ഹവാല ഇടപാടുകൾ നടത്തുന്നുണ്ടോ, ഇതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. എന്നാലും ആദ്യഘട്ടത്തിൽ എന്നോണം കഴിഞ്ഞ ദിവസം ഈ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പണം നഷ്ടമായ വീട്ടമ്മയുടെ കേസിൽ പ്രതികളായവരെ കസ്റ്റഡിയിലെടുത്ത് അവരിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്ത് അവരിൽ നിന്നും ഈ മറ്റാരൊക്കെയാണ് ഈ കൂട്ടത്തിലുള്ളത്, അല്ലെങ്കിൽ ഇവർ ഒരു സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഈ സംഘത്തിലെ മറ്റാളുകൾ ഇവർ എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുകയാണ് ഇ ഡി ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് കേസുകളും വിവരങ്ങൾ നൽകിയത്. ഡിജിറ്റൽ തട്ടിപ്പ് കേസുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും ഇ ഡി പരിശോധിക്കുന്നത്.